ഹായ് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും PSC മെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് ഇപ്പോൾ LGS എക്സാം നടക്കുകയാണ് അല്ലേ, അതുപോലെ 10th പ്രിലിംസ് എക്സാം നടക്കുക. ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്നുപോലെ തന്നെയാണ്. കുറച്ചുകൂടി ഇത്തിരി അപ്ഗ്രേഡഡ് വേർഷൻ എന്നുള്ളതേ ഉള്ളൂ 10th പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് വാസ്റ്റായിട്ട് പഠിക്കാനുള്ള ടൈമുണ്ടോ? നമുക്ക് റാങ്ക് ഫെയർ വാങ്ങിച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വളരെ കുറച്ച് സമയം. ആ വളരെ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് കവർ ചെയ്ത് പോകണം. അതിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്, ഡോണ്ട് മിസ് ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്ക് എന്ത് വന്നാലും കളയരുത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഒരു 2 അല്ലെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈ 4 വർഷം കൊണ്ട് സ്ഥിരമായി ചോദിക്കുന്ന കൃത്യമായ ഒരു ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് മാറി ചോദിക്കില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദ്യങ്ങളുണ്ടാവും എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ടോപ്പിക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ കളയാതെ പഠിച്ചിട്ട് പോകണം. നമ്മൾ വാസ്റ്റായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് കിട്ടാതാവുന്നതിനേക്കാൾ കൃത്യമായി വരുന്ന ടോപ്പിക്ക് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ടൈം കളയുന്നില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രം നമുക്കറിയാം, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറച്ചാണ് ചോദിക്കുന്നത്. അത് LDC ലെവലിൽ ചോദിച്ചാൽ, ഇപ്പോൾ LGSൻ്റെ 3 സ്റ്റേജ് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കാം. യൂറോപ്യന്മാരുടെ വരവ് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ കമ്പനികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത് ആരംഭിച്ചത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് LGSൻ്റെയും 10th പ്രിലിംസിൻ്റെ ലെവലിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിച്ചു വെക്കുന്നതിനോടൊപ്പം നവോത്ഥാന നായകർ പണ്ട് നമുക്കറിയാം ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ഇങ്ങനെയുള്ള ആഗമാനന്ദ സ്വാമികൾ, ഇങ്ങനെയുള്ള നവോത്ഥാന നായകരെ ബേസ് ചെയ്ത് മക്കളെ അത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അവരാരംഭിച്ച സംഘടന അത് ഏത് വർഷം, അവർ നടത്തിയ സമരം ഏതാണ്. ഇപ്പോൾ എക്സാമ്പിൾ വില്ലുവണ്ടി സമരം അയ്യങ്കാളി ഏത് വർഷം നടത്തി. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഏത് വർഷമാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു പോകും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് വന്നാലും മറക്കരുത്, എന്ത് വന്നാലും പഠിക്കാതെ പോകരുത്, രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങൾ. ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, പഴശ്ശി കലാപം, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹികമായ ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇങ്ങറ്റം വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സമരങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. രാഷ്ട്രീയ സാമൂഹ്യ പ്രക്ഷോഭം, ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ ഇവിടുത്തെ മാരത്തോണിലും, നമ്മൾ കഴിഞ്ഞ 2 മാരത്തോണിലും എടുത്തത് ഈ ടോപ്പിക്കിൽ നിന്നാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. LGS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. LDC എക്സാം എടുത്ത് നോക്കിയാൽ അറിയാം, ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത്, അല്ലെങ്കിൽ കൂടുതൽ സാധ്യത കൊടുത്ത് പഠിക്കേണ്ടത് രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങൾ. നെക്സ്റ്റ് വൺ 1956 ശേഷമുള്ള മന്ത്രിസഭകൾ. ഏറ്റവും ആദ്യത്തെ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എല്ലാ മന്ത്രിസഭയൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യം എത്രാമത്തെ മന്ത്രിസഭകളാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ എത്രാമത്തെ മന്ത്രിസഭയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എത്രാമത്തെ നിയമസഭയാണ് ഇപ്പോഴെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഓരോന്നും കെ കരുണാകരൻ, അല്ലെങ്കിൽ കെ നായനാർ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും മന്ത്രിസഭകൾ എത്രാമത്തതാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം അതാണ്. 1956 അപ്പോൾ കേരള ചരിത്രം ഇതാണ് വരുന്നത്. ഇനി പ്രധാനമായിട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം, ഈ ഡിസംബറിൽ, അതായത് ഈ മാസം തന്നെ നമ്മളൊരു കോഴ്സ് ആരംഭിക്കുകയാണ്, ഫോഴ്സ് 2025. നമുക്കറിയാം, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഫയർമാൻ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകൾ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉടനെ ഒന്നും വിളിക്കില്ല എങ്കിലും അതുകൂടി ചേർത്തിട്ടാണ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഡിസംബറിൽ. പൂർണ്ണമായ വിവരങ്ങൾ, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് തരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിച്ച് GS സബ്ജക്ട്സ് മാത്രമല്ല, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് തരുന്നത്. ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകുന്നൊരു ക്ലാസ് ആയിരിക്കും. 6 മാസ കോഴ്സായിരിക്കും. ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇന്ന് തന്നെ KS മെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഇന്ത്യ ചരിത്രത്തിൽ, മക്കളെ ഗാന്ധിജി പഠിക്കാതെ ഇന്ത്യ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ട് പോകരുത്. നമുക്ക് പണ്ടൊക്കെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നൊരു ഭാഗം 10th +2, ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണ്. ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. ഇപ്പം അങ്ങനെയായി. മിഡീവൽ ഇന്ത്യ നിങ്ങൾ നോക്കണം. നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കവർ ചെയ്ത് നിൽക്കുക. അതിൽ ഗാന്ധിജി നിർബന്ധമായും. ഗാന്ധിജിയെ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി 1915 ഇന്ത്യയിൽ എത്തിയത് മുതൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്നു.
മനസ്സിലായോ? അതുകൊണ്ടാണ് ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക്ക് കട്ട് ചെയ്തിട്ട് പോകരുത്. നിർബന്ധമായും അത് പഠിച്ച് പോകണം. ഐ എൻ സി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, അതിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സമ്മേളനങ്ങളുണ്ടാവും, അതിൻ്റെ അധ്യക്ഷന്മാരുണ്ടാവും. പ്രത്യേകിച്ച് മലയാളിയായ ഒരു വ്യക്തി അധ്യക്ഷനായിട്ടിരുന്നാൽ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ, അത് ഇതിനകത്ത് തന്നെ ഈ ഗാന്ധിജിയുടെ പോർഷൻ വരുന്നത് പോലെ തന്നെയാണ്. പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ വരുമ്പോൾ മക്കളെ അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്ലസ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ നേതാക്കളെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇങ്ങനെയുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. പത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, ഇത് പഠിച്ചു പോകുമ്പോൾ തന്നെ എക്സ്ട്രീമിസം, മോഡറിസം, ഈ രണ്ട് ഭാഗവും നമുക്കറിയാം. ഈ രണ്ട് ഭാഗവും പഠിക്കുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രസിദ്ധീകരണങ്ങൾ കൂടി നോക്കി പോകും. അടുത്ത പറയാൻ പോകുന്നത് ഇന്ത്യൻ കേരള ജോഗ്രഫി. ഇതിൽ രണ്ട് ഞാൻ കോമൺ ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ, ഈ അതിർത്തികൾ കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ലെങ്കിലും ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് അതിർത്തികൾ ചോദിക്കാറുണ്ട്. ഓരോ രാജ്യവും ഏത് രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കായലുകൾ, നദികൾ, കായലുകൾ എന്ന് കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്, കായലുകൾ കേരള ജോഗ്രഫി കൂടുതൽ ചോദിക്കും. ഇന്ത്യൻ ജോഗ്രഫി വരുമ്പോൾ ഹിമാലയൻ നദികളും പെനിൻസുലാർ നദികൾ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വച്ചേക്കുക. ഗതാഗത സംവിധാനങ്ങൾ, NH 66 ഏത് മുതൽ ഏത് വരെ, അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി. എയർപോർട്ടുകളെ സംബന്ധിച്ച കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം വിവിധ പദ്ധതികളാണ്. ജലസേചന പദ്ധതികൾ, വിവിധ ജലസേചന പദ്ധതികൾ, അണക്കെട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കി. ഈ പറയുന്നതിനപ്പുറത്തേക്ക് ചോദിക്കൂ സാർ, ഇതിനപ്പുറത്തേക്കും ചോദിക്കും. പക്ഷേ ഇത് നിങ്ങൾ കളയരുത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്താണ്, ഇത് നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്. കാരണം ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി മക്കളെ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 5 ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് 3 ചോദ്യം ഉണ്ടാവും. നമുക്ക് പോയത് 2 ഉള്ളൂ. നമ്മൾ ഇത് മിസ്സാക്കിയിട്ട് പോയാൽ ആ 2 കിട്ടുള്ളൂ. ആ 2 ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് പോകരുത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വാസ്റ്റായിട്ട് പഠിച്ചു പോകല്ല. ആദ്യം നമുക്ക് എവിടെയാണോ പഠിക്കേണ്ടത് അതിനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഒരിടത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ കണ്ടൻറ്റ് കളക്ട് ചെയ്യുന്നത്, ആ കണ്ടൻറ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഭരണഘടന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ പൊളിറ്റി, ഭരണഘടനാ നിർമ്മാണ സമിതി, അതിൽ പ്രധാനമായും പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട വനിതകൾ, പ്രധാനപ്പെട്ട മലയാളികൾ, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനാരാണ്, അതിൻ്റെ അധ്യക്ഷനാരാണ്, താൽക്കാലിക അധ്യക്ഷനാരാണ് എന്ന് കൂടി, ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് ആരംഭിച്ചു, അല്ലെങ്കിൽ അവരുടെ യോഗം ആദ്യമായി കൂടിയതെന്നാണ്, അധ്യക്ഷനെ തിരഞ്ഞെടുത്തതെന്നാണ്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണ്, ലക്ഷ്യപ്രമേയം പിന്നീട് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതി. മൗലികാവകാശങ്ങൾ, പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും റീസെൻ്റ്ലി നടന്ന ചില കേസുകളൊക്കെ വരും. ഇതൊക്കെ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചില കേസുകളൊക്കെ ചിലപ്പോൾ ഈ മൗലികാവകാശമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സിക്യൂട്ടീവ് പറഞ്ഞില്ല, പ്രധാനമന്ത്രി, രാഷ്ട്രപതിമാരെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ, ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പുതിയ സ്ഥാനവും കൂടി നമ്മൾ പഠിച്ചു പോകും. മനസ്സിലായോ? ഇപ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷൻ്റെ പേരെന്താണ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ വഴി. അല്ല നമ്മൾ സ്ഥാനങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സമയം മാറ്റണ്ട. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി കയറി വന്നോളും. പ്രധാന അനുച്ഛേദങ്ങൾ പഠിക്കുമ്പം പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെല്ലാം നോക്കി വയ്ക്കുക. ഭേദഗതികൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കേസുകൾ നിലവിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേസുകൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. ഇപ്പോൾ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ജനുവരി മുതൽ അല്ലെങ്കിൽ ഡിസംബർ അവസാനം മുതൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരാനുണ്ട്. 10th +2 ബാച്ചിലേക്ക് LDC കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞില്ല, LGS കഴിഞ്ഞതോടുകൂടി 10th പ്രിലിംസ് കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞിട്ടില്ല, ഇനി വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി 10th +2 ഒരു കോമൺ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ മാസം ലാസ്റ്റ് മുതൽ. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. കെമിസ്ട്രി വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ PSC മെൻറ്റർ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല, 10th +2 ലെവലിലേക്കുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. ഇതിനകത്ത് കൂടുതൽ ക്ലാസ്സുകൾ, അങ്ങോട്ട് LGSൻ്റെ പരീക്ഷ തീരാറായിട്ടുണ്ട്, അതിൻ്റെത്, അതുപോലെ 10th പ്രിലിംസിൻ്റെ റെഗുലറായിട്ട് ഫ്രീ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോഴേക്കും നിങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ഇനി മാരത്തോൺ ഉണ്ട്. കഴിഞ്ഞ 2 മാരത്തോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് യൂസ് ചെയ്തു. മാത്രമല്ല ഓൾമോസ്റ്റ് 30 to 40 ക്വസ്റ്റ്യൻസ് മാരത്തോണിൽ നിന്ന് LGS എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിസ്സാക്കരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഓക്കെ. കെമിസ്ട്രി ആസിഡ് പഠിച്ചിരിക്കണം. ആസിഡ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കും, ഓറഞ്ചിലുള്ളത് എങ്ങനെ, ഉറുമ്പ് കടിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കെമിസ്ട്രി ദൈനംദിന ജീവിതത്തിൽ
ബ്ലീച്ചിങ് പൗഡർ ഇപ്പോൾ കഴിഞ്ഞ LGSന് ചോദിച്ചതാണ് അല്ലേ, ഏറ്റവും വില കുറഞ്ഞത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ആലപ്പൊട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചിട്ടാണ് ദൈനംദിന ജീവിതത്തിലെന്ന് ഉദ്ദേശിക്കുന്നത്. ആറ്റത്തിൻ്റെ ഘടന, ആദ്യമായി ആറ്റത്തിൻ്റെ ഘടന കണ്ടുപിടിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് അങ്ങ് വാസ്റ്റായിട്ട് പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിലൊന്നും എന്ത് ചെയ്യരുത്, ഇത് ചിന്തിക്കേണ്ട. ആറ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മൂലകങ്ങളും വർഗീകരണവും, ഓരോ മൂലകങ്ങളെയും വർഗീകരിച്ചിരിക്കുന്ന രീതി, ഇപ്പോൾ അറ്റോമിക് മാസ്, അറ്റോമിക് നമ്പർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അറ്റോമിക് മാസ് എങ്ങനെയാണ്, അത് ഇലക്ട്രോണിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് പഠിച്ചു പോവാം. ഹൈഡ്രജനും ഓക്സിജനും നിർബന്ധമാണ് മക്കളെ. ഹൈഡ്രജനും ഓക്സിജനും കളഞ്ഞിട്ട് പോരുത്, അതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ പേര് കൊടുത്തതാരെ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരെ, ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്, ഹൈഡ്രജൻ്റെ മറ്റു വകഭേദങ്ങൾ എന്ത്, ഓക്സിജനകത്ത് പോലെ. നെക്സ്റ്റ് വൺ അയിരുക്കളും ധാതുക്കളും. അയിരുക്കളും ധാതുക്കളും കഴിഞ്ഞ LGSന് ചോദിച്ചു, കണ്ടു കാണും നിങ്ങൾ. അയിരുക്കളെ ധാതുക്കളെ കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞ 2 LGSനും ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് നിർബന്ധമായി നോക്കുക. ഏകദേശം 10th പ്രിലിംസ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ ചിലപ്പോൾ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത്. കാരണം 10th പ്രിലിംസ് നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുമ്പോൾ സാധാരണ OA അല്ലെങ്കിൽ LGS എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് OA എല്ലാവർക്കും എഴുതാമെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പ്രതീക്ഷയോടെ പോയി കൺസെപ്ച്വൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നമ്മളെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന PSCക്കൊപ്പം നമ്മൾ ഓടാൻ കൂടെ നിൽക്കണം. അല്ലാതെ നമുക്കൊരിക്കലും ഇത് മതി, ഞങ്ങൾ ഇത്രയും പഠിച്ച് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ പോരുത്. മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാറണം. മാറ്റം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ക്വസ്റ്റ്യൻ മാറ്റുന്നതെന്നല്ല, നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയുന്നത്, വേരിയസ് ആയിട്ടുള്ള കുറേ ബ്രാഞ്ചസിൽ നിന്നും കൂടെ ചോദിക്കും. നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് വൺ ഫിസിക്സ് ആണ്. പ്രകാശം, അതിന് മക്കളെ നമ്മൾ നോക്കിയാൽ അറിയാം, പ്രകാശവും ലെൻസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രകാശവും ലെൻസ്, ഈ പ്രകാശവും ലെൻസ്, പ്രകാശത്തിനകത്ത് വരുന്നത് തന്നെയാണ് ലെൻസ്. ലെൻസ് കഴിഞ്ഞ മാരത്തോൺ അറിയായിരിക്കും, ഇവിടെ നമ്മുടെ ഭരത് സാറ് കൃത്യമായി വരച്ച് കാണിച്ചു. ആ വരച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ LGS എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രോബ്ലം ഒക്കെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം പ്രകാശത്തിൽ നിന്ന്, അങ്ങനെയൊക്കെ വരാം. ലെൻസ്, മിറർ, ഓക്കെ, ലെൻസും മിററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. പിന്നെ ബലം ഒരുപാട് ഇതൊന്നും കാണില്ല, ബലത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്പേസ് നിർബന്ധമായും പഠിച്ചിട്ട് പോകണം. അതൊരു കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്പേസ് എന്ന് പറയുന്നത്. അതായത് ISROയുടെ വിക്ഷേപണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദിത്യ, അതുപോലെ ചന്ദ്രയാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി വെക്കണം. ശബ്ദത്തിൽ ഓരോ രീതിയിൽ, ഇപ്പോൾ ഹോളിനകത്തൊരു കാര്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ, പൊതുവായുള്ള സംഭവങ്ങൾ പൊതുവായുള്ള കാര്യങ്ങൾ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ്, താപവുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ നോക്കിയിട്ട് പോകാം. ഓക്കെ, ലൈഫ് സയൻസ് മക്കളെ, അറിഞ്ഞും അറിയാതെയും കളഞ്ഞിട്ട് പോകരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്ന ആദ്യത്തെ 2 പോയിൻ്റാണ്. ഒന്ന്, ആരോഗ്യ പദ്ധതികൾ. നിർബന്ധമായും സാമൂഹ്യക്ഷേമ പദ്ധതികളും ആരോഗ്യ പദ്ധതികളും പഠിച്ചിരിക്കണം. എല്ലാ എക്സാമിനും കൃത്യമായിട്ട് ചോദ്യം. അത് നമുക്ക് വേണമെങ്കിൽ ഒരു കേരള ഗവേണൻസ് ലെവലിലേക്ക് മാറ്റുകയാണെങ്കിൽ ലൈഫ് സയൻസിൻ്റെ ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും, ആർദ്രം പദ്ധതി, ആരോഗ്യകിരണം പദ്ധതി, ഹൃദ്യം പദ്ധതി, താലോലം പദ്ധതി, ഇങ്ങനെ കുറേ പദ്ധതികളുണ്ട്. ഇതാർക്ക് എങ്ങനെ, അതിനെ കുറേ കോഡൊക്കെ വെച്ച് നമുക്ക് പഠിച്ചു പോകാം. ഇനിയിപ്പോൾ ക്ലാസ്സുകൾ, വീഡിയോസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. എനിക്ക് തോന്നുന്നു ആരോഗ്യ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീഡിയോസ് കിടപ്പുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ കുറേ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ രോഗങ്ങളെന്ന് പറയുമ്പോൾ ജന്തുജന്യ രോഗങ്ങൾ, അതുപോലെയുള്ള രോഗങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജീവകങ്ങളെക്കുറിച്ചും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും പഠിക്കണം. ജീവകങ്ങൾ മാത്രമല്ല പഠിച്ചു പോകേണ്ടത്, അപര്യാപ്തത രോഗങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ഇന്ന രോഗം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു. പിന്നുള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ പൊതുവായ അറിവുകൾ, ഓരോ അവയവങ്ങളെ കുറിച്ചിട്ടുള്ള പൊതുവായ അറിവുകൾ. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിലും 5ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി, ഈ 10th +2 ലെവൽ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും SCERT ടെക്സ്റ്റ് കൂടി ഒന്ന് കിട്ടും. സമഗ്രയിലൊക്കെ കയറി കഴിഞ്ഞാൽ SCERTയുടെ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ എടുക്കണം. ഇങ്ങനെയുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഈ ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ചിലപ്പോൾ അതിനകത്തുണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മൾ മറന്നുപോയി. നമ്മൾ ആ പ്രായം അല്ലല്ലോ, നമുക്ക് അപ്പം പഠിച്ചാൽ മാത്രം മതി. ഇപ്പോൾ അതല്ല അവസ്ഥ. ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പലരും ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പഠിത്തവും കൂടെ ഇറങ്ങുക. അപ്പം മറന്നുപോകും. അത് മറക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, SCERT ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 10th പ്രിലിംസ് എക്സാം ഡിസംബർ 28ാം തീയതിയാണ്. തീരുന്ന മുറയ്ക്ക് തന്നെ 10th മെയിൻസ് ഒരുപാട് നീണ്ടു പോവില്ല മക്കളെ, ജനുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യും. 10th മെയിൻസിൻ്റെ ക്ലാസ് ഒരു ക്രാഷ് കോഴ്സ് പോലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th മെയിൻസിൽ നമ്മൾ 10th പ്രിലിംസിൽ വരുന്ന ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ്,
അസിസ്റ്റൻറ്റ് ടൈം കീപ്പിംഗ് ഓഫീസർ, സ്റ്റോർ കീപ്പർ. ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 10th മെയിൻസ് എന്ന് പറയുന്നൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എക്കണോമിക്സ് വാസ്റ്റായിട്ടൊന്നും നോക്കണ്ട. പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, അതിനകത്ത് ഒരു മിസ്റ്റേക്കാണ്, നീതി ആയോഗ്, GST, വിവിധ മേഖലയിലെ പുരോഗതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വളർച്ച, ചില വ്യവസായശാലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് എക്കണോമിക്സിൽ പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതി പഠിക്കാതെ പോകരുത് ദയവ് ചെയ്ത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഞ്ചവത്സര പദ്ധതിയും പ്ലാനിംഗ് കമ്മീഷനൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. മാത്സ് റീസണിങ് പ്രധാനമായിട്ട് വരുന്നത് ശതമാനം നോക്കണം, വയസ്സ് നോക്കണം, അംശബന്ധം നോക്കണം. വയസ്സറിയാലോ, ഇന്ന ആളുടെ വയസ്സിൽ നിന്ന് ഇത്ര ഇരട്ടിയാണ് ഇന്ന ആളുടെ വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. സ്ഥാനം എന്ന് പറയുമ്പോൾ ആ ആളിൽ നിന്നും ഇത്രാമത് നിൽക്കുന്ന രാമു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സ്ഥാനത്തിൻ്റെ ചോദ്യങ്ങൾ. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റൻ ആണെന്നൊരു കൺഫ്യൂഷൻ വരും. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ലസാഗു ഉസാഗു നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ മറന്നുപോകും. ലസാഗു ഉസാഗു നോക്കിയിട്ട് ശ്രേണി ഇത്ര ഒരു നമ്പർ, അതെന്തായാലും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. പിന്നെ നമുക്ക് കോഡിങ്, ഡീകോഡിങ് ഒരുപാട് ചോദിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വർഗ്ഗമൂലം അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇവിടെ ക്ലാസ് യൂട്യൂബിൽ വരുന്നുണ്ട്. ക്ലാസ് കൃത്യമായിട്ട് മാരത്തോൺ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ക്ലാസ് വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ കൂടുതൽ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും നേരം ഞാൻ പറഞ്ഞത്, ക്ലാസ് മുഴുവൻ കണ്ടവർക്ക് ഗുണം ചെയ്യും. നമുക്ക് 10th പ്രിലിംസ് മക്കളെ അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുക. ഡിസംബർ 28 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി വരെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ എവിടെ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് ഞങ്ങളിവിടെ. വേറെ ഒരു ചിലവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ല എങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എക്സാം എഴുതുക. 10th പ്രിലിംസിൻ്റെ ഓൾ കേരള ഫ്രീ മോക്ക് ടെസ്റ്റ്. ഇത് എഴുതി പരീക്ഷിക്കുക. 3 ദിവസമാണ്. ഡിസംബർ 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി 3 ദിവസത്തെ എക്സാമാണ്. പ്രിലിംസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഈ എക്സാം നടത്തുന്നത്. അന്നേ ദിവസം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ലൈവായിട്ട് തന്നെ കാണാം. ലൈവായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും തന്നെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് വരുന്നത് അപ്പോഴും തന്നെ ക്ലിയർ ചെയ്ത് പോകും. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. 10th പ്രിലിംസ് ഓൾ കേരള ഫ്രീ മോക്ക് ടെസ്റ്റ്. ഇത് മറന്നു പോകരുത്. ഇന്ന് തന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് മിസ് ചെയ്തിട്ട് പോകരുത്. പിന്നെ ചാനലിൻ്റെ കാര്യം, PSC മെൻറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ PDF എല്ലാ ദിവസവും ഓരോ കണ്ടൻറ്റ് നോട്ട് വരുന്നുണ്ട്. ടെലഗ്രാം ചാനൽ PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്നും എവിടെ നിന്ന് എങ്ങനെ അവസാനിക്കണമെന്നും എങ്ങനെ എക്സാമിന് പോകണമെന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായി എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്. യൂട്യൂബിൽ വരുന്ന ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസ് എല്ലാം കണ്ടുപോകും. ഓക്കെ, ബായ്.